ചന്ദ്രദിനം ജൂലൈ 21 ചന്ദ്രനിലാദ്യമായി കാൽപാദം വെച്ചത് നീലാംസ്ട്രോങ്ങല്ലോ. ചന്ദ്രദിനം ജൂലൈ 21 ചന്ദ്രനിലാദ്യമായി കാൽപാദം വെച്ചത് നീലാംസ്ട്രോങ്ങല്ലോ. ഇന്ത്യയുടെ ചന്ദ്രപര്യവേക്ഷണം ചന്ദ്രയാനൊന്നല്ലോ. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതി തൻ കേന്ദ്രം ISRO അല്ലോ. ഇന്ത്യയുടെ ചന്ദ്രപര്യവേക്ഷണം ചന്ദ്രയാനൊന്നല്ലോ. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതി തൻ കേന്ദ്രം ISRO അല്ലോ. റഷ്യയുടെ ആദ്യ ഉപഗ്രഹം സ്പുട്നിക് 1 ആദ്യം മനുഷ്യനെ ചന്ദ്രനിലെത്തിച്ചത് അപ്പോളോ 11 ചന്ദ്രദിനം ജൂലൈ 21 ചന്ദ്രനിലാദ്യമായി കാൽപാദം വെച്ചത് നീലാംസ്ട്രോങ്ങല്ലോ. ഇന്ത്യയുടെ ചന്ദ്രപര്യവേക്ഷണം ചന്ദ്രയാനൊന്നല്ലോ. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതി കേന്ദ്രം ISRO അല്ലോ. The moon. The moon is our nearest neighbor in space. It is much closer to us than the sun. It's only 239,000 miles away. The sun is 93 million miles away. The moon is much smaller than the earth. The moon is not like the sun or other stars. It does not give its own light. It only reflects the light of the sun. Our planet orbits the sun. Moon orbits our planet. Moon takes 20 days to go completely around the earth. The moon is not smooth on its surface. It has craters. It has no air. It does not have water. So there is no life on the moon. But people have visited the moon. Neil Armstrong, an American astronaut, was the first person to step on the moon. Moon phases. The moon looks different at different times. Does it change its shape? No. The moon stays the same. What changes and how we see it from the earth? We won't always see all that sight. Sometimes we only see part of it. This is because of the way it moves around the earth. The moon only reflects the light of the sun. So, when the sun is behind the moon, we can't see it all. We call this a new moon. The night is very dark. When the sun is facing the moon, we see the whole face of the moon lit up. This is called a full moon. What happens between the new moon and full moon? We see only parts of the moon. First, we see just a little slice, only on little sun's light hitting the moon. It seems to get bigger each night. Then we see the half of the moon lit up. Each night, we see more and more of it. Then finally, we see the full moon. After that, it gets smaller again. We see less and less of it. Then we cannot see it at all. From Earth, it looks like the sun is not lighting up the moon. This is called the new moon. The next time you're outside at night, look at the moon. Watch how it changed from one night to the next. Thank you. Have a nice day. നമസ്കാരം.
മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിന്റെ ഓർമ്മയ്ക്കായി ജൂലൈ 21 ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നു. അമേരിക്കക്കാരായ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന് അപ്പോളോ 11 എന്ന ബഹിരാകാശ വാഹനത്തിൽ 1969 ജൂലൈ 20 ചന്ദ്രോപരിതലത്തിൽ എത്തിയത്. ജൂലൈ 21 വാഹനത്തിൽ നിന്നും ചന്ദ്രനിൽ ഇറങ്ങി നടന്ന ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കി. ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി എഡ്വിൻ ആൽഡ്രിൻ ആണ്. മൈക്കൽ കോളിൻസ് അവരുടെ കൊളംബിയ എന്ന വാഹനം നിയന്ത്രിക്കുകയായിരുന്നു. ഇത് ഒരു മനുഷ്യന്റെ ചെറിയ കാൽവെപ്പ്, മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടവും എന്ന് ആംസ്ട്രോങ്ങിനാൽ തന്നെ വിശേഷിക്കപ്പെട്ട ഈ സംഭവം മാനവ ചരിത്രത്തിലെ നാഴികക്കല്ലുകളിലൊന്നായി വിശേഷിക്കപ്പെട്ടു. ജ്യോതിശാസ്ത്ര പഠനം, ബഹിരാകാശ ഗവേഷണത്തിന്റെ പ്രാധാന്യം, മനുഷ്യന്റെ ആദ്യ ചാന്ദ്രയാത്രയുടെ പ്രസക്തി എന്നിവ ജനങ്ങളെ ഓർമ്മിപ്പിക്കാനും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ ഇവ സംബന്ധമായ അവബോധം വളർത്തുവാനുമാണ് ഈ ദിവസം ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത്. അപ്പോളോ 11 മുതൽ 17 പരമ്പരകളിലായി 13 ഒഴികെ 12 പേർ ചന്ദ്രനിലിറങ്ങിയിട്ടുണ്ട്. ചന്ദ്രനിലിറങ്ങിയ 6 അപ്പോളോ ദൗത്യങ്ങളിലും കൂടി 382 കിലോഗ്രാം പാറയും മണ്ണും ഇതുവരെ ശേഖരിച്ചിട്ടുണ്ട്. 1972 അപ്പോളോ 17 പേടകത്തിന് ശേഷം ഇതുവരെ ആരും ചന്ദ്രനിൽ കാലുകുത്തിയിട്ടില്ല. ചാന്ദ്ര പരിവേഷണ രംഗത്തെ ഇന്ത്യയുടെ ആദ്യ പ്രതിനിധിയാണ് ചാന്ദ്രയാൻ 1. 2008 ഒക്ടോബർ 22 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ISRO ചാന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്നത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം. ആളില്ലാ പേടകമായ ചാന്ദ്രയാൻ 1 വിക്ഷേപണ സമയത്ത് 1380 കിലോഗ്രാം ഭാരമാണ് ഉണ്ടായിരുന്നത്. 386 കോടി രൂപയാണ് നിർമ്മാണത്തിനു ചെലവ് വന്നത്. Hello friends, my name is Dyam. Today I am going to tell about the Moon Day. National Moon Day is celebrated every year in July. It commemorates the exact day that man first walked on the moon in 1969. The event was broadcast on live television to a worldwide audience. Millions watched and witnessed remarkable achievement. It was on July 21st, 1969 at the Apollo 11 spacecraft landed on the moon. Michael Collins piloted Apollo 11 and remained alone and in orbit while to Collins. Neil Armstrong and Buzz Aldrin stepped onto the lunar surface. Armstrong was the first to put his feet on the moon's surface, and all during the fallout, Armstrong spent 2.5 hours out by the spacecraft. Aldrin spent slightly less time out by the spacecraft, but together they collected 47.5 pounds of lunar material to bring back to Earth. The American flag was planted on the moon as a vivid reminder. One small step for man was indeed one giant leap for mankind. We celebrated a great day. We enjoyed the planetarium. Thank you. 1959 ലൂണ 1 ചന്ദ്രനെ ലക്ഷ്യമാക്കിയ ആദ്യ വാഹനം. ശേഷം 10 വർഷം കഴിഞ്ഞാണ് 1969 ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയത്. അലൈക്ക എന്ന നായയാണ് ആദ്യം ബഹിരാകാശത്തെത്തിയ ജീവി. 1957 നവംബർ 3 സോവിയറ്റ് യൂണിയന്റെ സ്പുട്നിക് 2 ലൈക്ക ബഹിരാകാശത്തെത്തി. 1961 വരെ മനുഷ്യൻ ബഹിരാകാശത്ത് സഞ്ചരിച്ചിട്ടില്ലായിരുന്നു. ആ വർഷം ഏപ്രിൽ 12 യൂറി ഗഗാറിന്റെ ബഹിരാകാശ യാത്രയെക്കുറിച്ചുള്ള ഐതിഹാസികമായ വാർത്ത കേട്ടുകൊണ്ടാണ് ലോകം ഉണർന്നത്. ബഹിരാകാശത്തു നിന്ന് ആദ്യമായി ഭൂമിയെ ഗോളാകൃതിയിൽ നോക്കിക്കണ്ട മനുഷ്യൻ, ഭൂമിയെ വലം വെച്ച മനുഷ്യൻ റഷ്യക്കാരനായ യൂറി ഗഗാറിനാണ്. പ്രാണവായുവിന്റെ അഭാവം, ഭാരക്കുറവ്, സൂര്യന് അഭിമുഖമാവുമ്പോൾ കത്തിക്കരിയുന്ന ചൂട്, ഭൂമിയുടെ മറവിൽ വരുമ്പോൾ തുളച്ചു കയറുന്ന തണുപ്പ്, ഇതൊക്കെ ഒരു ബഹിരാകാശ യാത്രികൻ നേരിടേണ്ടതുണ്ട്. മണിക്കൂറിൽ 30,000 കിലോമീറ്ററാണ് ബഹിരാകാശ വാഹനത്തിന്റെ വേഗം. കൽപ്പന ചൗളയാണ് ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരി. 1997 നവംബർ 5 അത്. 2003 രണ്ടാമത്തെ യാത്ര കഴിഞ്ഞ്
മടങ്ങി വരവെ കൊളംബിയ വാഹനം പൊട്ടിത്തെറിച്ച് 7 സഹയാത്രികരോടൊപ്പം അവരും മരിച്ചു. 2019 സെപ്റ്റംബർ 7 ഇന്ത്യയുടെ അഭിമാനമായിക്കൊണ്ട് ചന്ദ്രയാൻ 2 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു. ഇന്ന് ജൂലൈ 21 ചാന്ദ്രദിനം. മാമുണ്ടാൽ അമ്പിളി അമ്മാവനെ പിടിച്ചു തരാം എന്ന് പറയുന്ന മോഹന വാഗ്ദാനത്തിൽ വീണു പോയവരാണ് നമ്മൾ. ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ചന്ദ്രനെക്കുറിച്ച് നമുക്ക് അറിയാത്ത പല കാര്യങ്ങളുമുണ്ട്. ജ്യോതിശാസ്ത്ര പഠനം, ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പ്രാധാന്യം, മനുഷ്യൻ്റെ ആദ്യ ചാന്ദ്രയാത്രയുടെ പ്രസക്തി എന്നിവ ജനങ്ങളെ ഓർമ്മിപ്പിക്കാനും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ ഇവ സംബന്ധമായ അവബോധം വളർത്തുവാനുമാണ് ഈ ദിവസം ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത്. വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.